നമ്മൾ മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന മമ്മൂക്കയുടെ മിഥുൻ മാനുവൽ തോമസിന്റെ വൈശാഖിന്റെ ടർബോ ഇന്ന് തിയേറ്ററുകളിലെത്തി. ഭ്രമയുഗം സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ഇന്റർവ്യൂവിൽ വേദിയിൽ നിന്ന് ഒരാൾ മമ്മൂക്കയോട് ചോദിക്കുന്നു, മമ്മൂക്ക ഇനി അടുത്ത പടം ഏത് ടൈപ്പ് സിനിമയായിരിക്കുമെന്ന്. അങ്ങനെ ഒരു ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് 2022-23 വർഷങ്ങളിൽ മമ്മൂക്ക ചെയ്തു വെച്ച സിനിമകൾ അത്തരത്തിലുള്ള സിനിമകളായിരുന്നു. ഉദാഹരണത്തിന് ഭീഷ്മപർവം, പുഴു, CBI 5, റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം, ക്രിസ്റ്റഫർ, കണ്ണൂർ സ്ക്വാഡ്, കാതൽ ദ കോർ, ഓസ്ലർ, ഭ്രമയുഗം തുടങ്ങിയ സിനിമകൾ, വ്യത്യസ്തമായ സിനിമകളിലൂടെ നമുക്ക് വ്യത്യസ്തമായ വേഷങ്ങൾ വളരെ മനോഹരമായി ചെയ്ത സിനിമകൾ. ആക്ഷൻ സിനിമകളോടൊപ്പം തന്നെ കലാമൂല്യമുള്ള സിനിമകളും ഈ വർഷങ്ങളിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു. ഉത്തരമായി നമുക്ക് തിരിച്ചു ചോദിക്കുന്നു, ഏത് ടൈപ്പ് പടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പൊ ചോദ്യകർത്താവ് പറയുന്നു അടിയോടടി. നമുക്ക് പറയുന്നു അടുത്ത പടം അത് തന്നെയാണ്. അന്ന് ആ ചോദ്യം ചോദിച്ച പ്രേക്ഷകനുള്ള കൃത്യമായ മറുപടിയാണ് ടർബോ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആ ചോദ്യം ചോദിച്ച പ്രേക്ഷകനെ പോലെയുള്ളവർക്ക് വേണ്ടിയുള്ള സിനിമ കൂടിയാണ് ടർബോ. ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇട നൽകിയ പുഴു, നൻപകൽ നേരത്ത് മയക്കം, കാതൽ ദി കോർ തുടങ്ങിയ മനോഹരമായ സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ചതിന് ശേഷം മമ്മൂക്ക ആവേശത്തോടുകൂടി ഏറ്റെടുത്ത സിനിമ കൂടിയാണ് ടർബോ. എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകർ ഇത്ര ആകാംക്ഷയോടുകൂടി കാത്തിരുന്നത് എന്നുള്ളതിന് 3 കാരണങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടുള്ള സിനിമകൾ പ്രേക്ഷകരെ എല്ലാവരെയും ആകർഷിക്കുന്ന വളരെ വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ എല്ലാ തരം പ്രേക്ഷകരെയും ആകർഷിക്കുന്ന രീതിയിലേക്കുള്ള അഭിനയമായിരുന്നു മമ്മൂക്കയുടേത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് 2010 ഇറങ്ങിയ പോക്കിരി രാജ, മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റായി മാറിയ പോക്കിരി രാജ എന്ന സിനിമ സംവിധാനം ചെയ്ത, തൻ്റെ ആദ്യ ചിത്രം എന്ന നിലയ്ക്ക് സംവിധാനം ചെയ്ത വൈശാഖ് പിന്നീട് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ചു. മലയാളം കണ്ട സൂപ്പർ മെഗാ ഹിറ്റുകളിലൊന്നായ പുലിമുരുകൻ എന്ന സിനിമ സംവിധാനം ചെയ്തതിനു ശേഷം 2019 മമ്മൂട്ടി വൈശാഖ് കോംബോ വലിയ വിജയമാണ് മധുരരാജയിലൂടെ സമ്മാനിച്ചത്. ഈ കോംബോയുടെ 3ാമത്തെ സിനിമയാണ് ടർബോ. കാണുന്നതിന് വേണ്ടി പ്രേക്ഷകരെ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഒന്ന്. നിവിൻ പോളി നായകനായ ഓം ശാന്തി ഓശാനയ്ക്ക് ശേഷം ആട് 1, ആട് 2 എന്നീ സിനിമകളിലൂടെയൊക്കെ മലയാള പ്രേക്ഷകർക്ക് സുപരിചിതനായ വയനാട്ടുകാരൻ കൂടിയായിട്ടുള്ള മിഥുൻ മാനുവൽ തോമസ് തിരക്കഥയൊരുക്കുന്ന സിനിമ കൂടിയാണ് ടർബോ എന്നതുകൊണ്ടുകൂടിയാണ്. മാത്രമല്ല 5-ാം പാതിര, ഓസ്ലർ തുടങ്ങിയ കുറ്റാന്വേഷണ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ കയ്യടി വാങ്ങിയതിനു ശേഷം മിഥുൻ മാനുവൽ തോമസ് തിരക്കഥയൊരുക്കുന്ന സിനിമ കൂടിയാണ് ടർബോ. മറ്റൊരു കാരണം, മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സംവിധായകൻ ജോഷി 1992 സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച കൗരവർ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ച വിഷ്ണുവർദ്ധൻ കന്നഡ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. തൊട്ടടുത്ത വർഷം 1993 ഇതേ ജോഷി സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റായി മാറിയ ധ്രുവം എന്ന സിനിമയിലെ നരസിംഹ മന്നാടിയുടെ എതിരാളിയായി വരുന്നത് കന്നഡ സിനിമയിൽ അന്ന് തിളങ്ങി നിന്നിരുന്ന ടൈഗർ എന്ന് വിളിപ്പേരുള്ള പ്രഭാകർ ആയിരുന്നു. നോക്കൂ, ആകസ്മികതയെന്നോണം ഇന്ന് കന്നഡ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഷെട്ടി ത്രയങ്ങളിൽ പ്രഥമ സ്ഥാനീയനായിട്ടുള്ള രാജ്ബി ഷെട്ടിയാണ്, നടനും സംവിധായകനുമായ രാജ്ബി ഷെട്ടിയാണ് ടർബോയിൽ മമ്മൂട്ടിയുടെ എതിരാളിയായി വരുന്നത് എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ഏറെ പ്രത്യേകതകളുള്ള ടർബോ മലയാള പ്രേക്ഷകരെ എങ്ങനെ ആകർഷിക്കും, അല്ലെങ്കിൽ എങ്ങനെ ആകർഷിച്ചിരിക്കുന്നു എന്നുകൂടി നമുക്ക് പരിശോധിച്ച് പോകാം. ഒട്ടും മാസമൊന്നുമില്ലാത്ത ഒരു രംഗത്തിലൂടെയാണ് നാട്ടുകാരുടെ ജോസേട്ടായി നമ്മൾ ആദ്യം കാണുക. പക്ഷെ പടം തുടങ്ങി ഒരു 5 മിനിറ്റ് ശേഷമുള്ള ഒരു ഇൻട്രോ ഉണ്ട്. പ്രേക്ഷകനെ ആവേശം കൊള്ളിക്കുന്ന ആ ഇൻട്രോയിൽ തുടങ്ങി പിന്നീട് നടക്കുന്ന ജോസേട്ടായിയുടെ ഒരു 1 മാൻ ഷോയാണ് യഥാർത്ഥത്തിൽ ടർബോ. ചെന്നൈയിൽ ജോലി ചെയ്യുന്ന ജോസിന്റെ സുഹൃത്തും സഹോദരതുല്യനുമായ ജെറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ടർബോ ജോസിന്റെ ശ്രമങ്ങളുമൊക്കെയാണ് 2ാം പകുതിയുടെ പ്രത്യേകത. ലോജിക്കലി അത്ര സേഫ് അല്ലാത്ത 2ാം പകുതി, പക്ഷേ മാസ് ആക്ഷനിലൂടെയും സൂപ്പർ ഡയലോഗുകളിലൂടെയും ഒപ്പം കാർ ചേസിങ്ങും ഒപ്പം അതിൻ്റെ കൂടെ വരുന്ന മ്യൂസിക്കും എല്ലാം ചേർത്തുകൊണ്ട് മാസാക്കി മാറ്റുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാസ് ആക്ഷൻ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ ആകർഷിക്കത്തക്കവണ്ണം വലിയ രീതിയിലുള്ള സംഘടനകളാണ് ഈ സിനിമയിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രേക്ഷകർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന രോമാഞ്ചജനകമായ സംഘടനകളാണ് ഈ സിനിമയിലുള്ളത്. ഇത് ഒരുക്കിയതാവട്ടെ വിയറ്റ്നാം ഫൈറ്റേഴ്സ് എന്ന ചെറുപ്പക്കാരായിട്ടുള്ള സംഘടന സംവിധായകരാണ്. മമ്മൂട്ടിയുടെ തന്നെ ഭ്രമയുഗത്തിന് സംഗീതമൊരുക്കിയ ക്രിസ്റ്റോ സേവ്യറാണ് ടർബോയുടെയും സംഗീത സംവിധായകൻ. കിടിലൻ സംഘടനകൾ ഒരുക്കിയ വിയറ്റ്നാം ഫൈറ്റേഴ്സിനോടൊപ്പം എടുത്തു പറയേണ്ട 3 പേരുകളാണ്
ഈ സിനിമയ്ക്ക് സംഗീതം നൽകിയ ക്രിസ്റ്റോ സേവറിൻ്റെതും ക്യാമറയൊരുക്കിയ വിഷ്ണു ശർമ്മയുടെയും എഡിറ്റിംഗ് ചെയ്ത ഷമീർ മുഹമ്മദിൻ്റെയും 30 ദിവസങ്ങളെടുത്താണ് ഈ സിനിമയിലെ ക്ലൈമാക്സ് രംഗങ്ങൾ ചിത്രീകരിച്ചതെന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്. രണ്ടാം പകുതിയിൽ പ്രേക്ഷകർ ഈ 30 ദിവസത്തെ സംഘടനകളുടെ ഗുണം അനുഭവിച്ചറിയുന്നുണ്ട്. വെട്രിവേൽ ഷൺമുഖ സുന്ദരം എന്ന ക്രൂരനായ വില്ലനായി രാജ്വി ഷെട്ടി ടർബോയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കൂടാതെ തെലുങ്ക് സിനിമയിലെ താരമായ സുനിൽ, ടർബോ ജോസിന്റെ അമ്മയായിട്ട് വരുന്ന ബിന്ദു പണിക്കർ, സുഹൃത്തായിട്ട് വരുന്ന ശബരീഷ് വർമ്മ, നായികയായ അഞ്ജന പ്രകാശ്, ദിലീഷ് പോത്തൻ തുടങ്ങി നിരവധി പേർ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. വേൾഡ് വൈഡായി ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന സിനിമ കൂടിയാണ് ടർബോ. കൂടാതെ 3.5 കോടിയിലധികം റെക്കോർഡ് തുകയ്ക്കാണ് ഫ്രീ സെയിലിലൂടെ ഈ സിനിമ നേടിയിട്ടുള്ളത്. യൂറോപ്പിലും ബാംഗ്ലൂരും ഒക്കെ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ സ്ക്രീനുകളാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് അറിവ്. ഞാനിവിടെ വീഴുകയാണെങ്കിൽ എൻ്റെ കൂടെ 10-15 പേരെങ്കിലും കാണും. അവസാനിപ്പിക്കാനാവാത്തതായി ഒന്നും അയാൾ തുടങ്ങി വെക്കാറില്ല സാറേ എന്ന് തുടങ്ങിയ ഡയലോഗുകൾ, തിയേറ്ററിൽ ഉയർത്തുന്ന പ്രകമ്പനങ്ങൾ, കയ്യടികൾ ഇനിയും പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ടർബോയിലെ വില്ലൻ രാജ്വി ഷെട്ടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ, മമ്മൂക്കയുടെ അഭിനയത്തോടുള്ള ഫാഷൻ എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു സാധാരണ മനുഷ്യൻ എന്നതിൽ നിന്ന് മാറി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം സ്വന്തം സാധ്യതകളെ വലുതാക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയൊക്കെ ചെയ്യാൻ മമ്മൂക്കയ്ക്ക് മാത്രമേ കഴിയൂ. 72-ാം വയസ്സിൽ മമ്മൂക്ക ചെയ്യുന്ന ആക്ഷൻ രംഗങ്ങൾ അദ്ദേഹം 42-ാമത്തെ വയസ്സിലാണ് ചെയ്യുന്നതെങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് എന്നാണ് രാജ്വി ഷെട്ടി പറഞ്ഞത്. അത് തന്നെയാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതും. ഈ 73-ാമത്തെ വയസ്സിലും മമ്മൂട്ടി കാണിക്കുന്ന ആക്ഷൻ രംഗങ്ങൾ മലയാളത്തിൽ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വിധം മികച്ചതാണ് എന്നുകൂടി പറഞ്ഞു പോകാതെ വയ്യ. ചെറിയ കുട്ടികൾ മുതൽ കൗമാരക്കാരും യുവാക്കളും മധ്യവയസ്കരും വൃദ്ധരുമെല്ലാം ഒരേ ആവേശത്തോടെ തിയേറ്ററിൽ കയ്യടികൾ പ്രകമ്പനങ്ങളായി ഉയരുന്നുണ്ട് എങ്കിൽ നമുക്ക് പറയാൻ കഴിയും, മമ്മൂക്ക എന്ന നടൻ ഇന്ന് മലയാളത്തിൽ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന വിസ്മയകരമായ സിനിമകൾക്ക് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്നു. പഴകുന്തോറും വീര്യം കൂടുന്ന വീഞ്ഞാണ് താൻ എന്ന് ഓരോ പ്രേക്ഷകനോടും വിളിച്ചു പറയുന്നുണ്ട് മലയാളത്തിന്റെ സൂപ്പർ മെഗാസ്റ്റാർ മമ്മൂട്ടി. ലോജിക്ക് മാറ്റിവെച്ച് മാജിക്ക് തേടിപ്പോകുന്ന ഒരു പ്രേക്ഷകനെയും ടർബോ നിരാശപ്പെടുത്തില്ല. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സിനിമ ഒരു വിനോദോപാധിയാണ്. സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് ആനന്ദിക്കത്തക്കവണ്ണം നടന്മാർ സിനിമകൾ ഒരുക്കുക എന്നുള്ളതാണ്, സിനിമയുടെ അണിയറ പ്രവർത്തകർ അത് ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സിനിമ ഒരുക്കുമ്പോൾ എന്തിൻ്റെ പേരിലായാലും അതിൽ മതവും രാഷ്ട്രീയവും വർഗീയതയും ഒക്കെ കൂട്ടിക്കലർത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സിനിമയ്ക്ക് മാത്രമല്ല സമൂഹത്തിന് ഒരു തരത്തിലുള്ള ഗുണവും ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. ഇതിനെയെല്ലാം മറികടക്കും വിധം മലയാളത്തിലെ പ്രേക്ഷകർ, മനുഷ്യ സ്നേഹികൾ, സിനിമയെയും കലയെയും ഒക്കെ സ്നേഹിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം. മറ്റൊരു സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം.